ഹലോ എവ്രി വൺ, വെൽക്കം ടു അസെന്റ് SSC കേരള. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്തവണത്തെ SSC CGL, അതായത് 2020 SSC CGL ടയർ 1 SI ആൻഡ് CI സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A sum of 25,600 is invested on simple interest, partly at 7% per annum and the remaining at 9% per annum. The total interest at the end of 3 years is 5,832. How much money was invested at 9% per annum? ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഒരു പ്രോബ്ലം ആണ്. ടോട്ടൽ പ്രിൻസിപ്പൽ എന്താണ്? 25,600 ആണ്. അത് പാർട്ട്ലി 7% ഇൻട്രസ്റ്റിലും പാർട്ട്ലി 9% ഇൻട്രസ്റ്റിലുമാണ് ഡിപ്പോസിറ്റ് ചെയ്തത്. Then the total interest at the end of 3 years ആണ് തന്നിട്ടുള്ളത് 5832. അപ്പോൾ 1 ഇയറിലേക്കുള്ള ഇൻട്രസ്റ്റ് എത്രയാണ്? 5832 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ അതെന്ത് കിട്ടും? 1 into 3 3, 9 into 3 27, 4 into 3 12, 1944. 1 ഇയറിലേക്കുള്ള ഇൻട്രസ്റ്റ് നമുക്ക് 1944 റുപ്പീസിന് കിട്ടി. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് പാർട്ട്ലി 7%, പാർട്ട്ലി 9% എന്ന് പറയുമ്പം ഈ 9%നെ കൂടി നമ്മൾ 7% ആക്കിയാൽ ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാവും? 25,600 ഇൻറ്റു 7 ഇവിടെ പാർട്ട്ലി 7%, ഇവിടെ 9% ആയിരുന്നു. അപ്പൊ ഈ 9%നെ 7% ആക്കി. അപ്പൊ ടോട്ടൽ ഇൻട്രസ്റ്റ് 25,600 ഇൻറ്റു 7/100 എന്നാവുമല്ലോ. അപ്പൊ എന്ത് വരും? 6 into 7 42, 39, 3 17, 1792. അപ്പോ ആക്ച്വലി ഇൻട്രസ്റ്റ് ഇതാണ് 1944. ഇവിടെയുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കുറച്ച ആ ഒരു 2%ന്റെ ആ ഒരു ഡിഫറൻസ് ആണ്. അതായത് ആ 2% എന്താണ്? 1944 മൈനസ് 1792. അപ്പൊ അതെന്ത് കിട്ടും? 152 റുപ്പീസ് എന്നാണ് ആ 2% വരുന്നത്. ഇവിടെയുള്ള ആ ഡിഫറൻസ് ആണ് ആ 2%. 2% 152 ആണ്. 2% 152 ആണെങ്കിൽ 100% എന്താണ്? അതായത് ഇത് എക്സ്, ഇത് വൈ ആണെങ്കിൽ വൈയുടെ 2% ആണ് കേട്ടോ 152. അപ്പൊ വൈയുടെ 100%, അതായത് വൈയുടെ 100% എന്ന് പറഞ്ഞാൽ വൈ തന്നെ എത്ര കിട്ടും? ഇവിടെ 2നെ ഇൻറ്റു 50 ചെയ്യുമ്പോഴാണല്ലോ 100 വരുന്നത്. സോ 152നെ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 50 ചെയ്താൽ മതി. അപ്പോ 7,600 എന്ന് വന്നു. നമുക്ക് കാണേണ്ടത് 9%-ൽ ഇട്ട തുകയാണ്, അത് വൈ ആണ്. സോ വൈ എത്രയാന്ന് കിട്ടി? 7,600 എന്ന് കിട്ടി. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. The rate of simple interest for the first 2 years is 8% per annum. For the next 4 years is 10% per annum. And for the period beyond 6 years, it is 12% per annum. If a person gets 18358.60 as simple interest after 9 years, then how much money did he invest? അപ്പൊ ഇവിടെ ടോട്ടൽ 9 ഇയേഴ്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഓക്കെ, 9 ഇയേഴ്സിൽ ഫസ്റ്റ് 2 ഇയേഴ്സിൽ കിട്ടുന്നത് 8% ആണ്, അതായത് ടോട്ടൽ 16% ആണ്. നെക്സ്റ്റ് 4 ഇയേഴ്സ് കിട്ടുന്നത് 10% ആണ്, അതായത് ടോട്ടൽ 40% ആണ്. അപ്പൊ 2 + 4 6 ആയി. ഇനി ഒരു 3 ഇയേഴ്സും കൂടി ഉണ്ടല്ലേ. സോ പീരീഡ് ബിയോണ്ട് 6 ഇയേഴ്സിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് 12% പെർ ആനം ആണ്. സോ 3 ഇയേഴ്സ് ആണ്. 3 into 12 ആവുമ്പോഴത്തേക്കും 36% ആണ് റേറ്റ്. അതായത് പ്രിൻസിപ്പലിന്റെ ഇതിപ്പോ മൊത്തം എത്രയായി? 40, 36, 76, 86 + 6 92. പ്രിൻസിപ്പലിന്റെ 92% ആണ് എന്ത്? 18358.60. അതിന് 60/100 എന്ന് എഴുതാണ്. അപ്പൊ ഇത് രണ്ടും കട്ടായി പോകും. അപ്പൊ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് വരിക? 1835860 ഡിവൈഡഡ് ബൈ 92. ഇത് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അല്ലെ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ നോക്കുക. നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് നോക്കാം. യൂണിറ്റ് ഡിജിറ്റ് നോക്കുമ്പം ഇവിടെ 0 ആണ്. അപ്പൊ 2നെ ഇൻറ്റു 5 ചെയ്യുമ്പോഴല്ലേ വൺസിന്റെ പ്ലേസിൽ 0 വരിക. അപ്പോ നമ്മുടെ ആൻസറിന്റെ യൂണിറ്റ് ഡിജിറ്റ് 5 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇത് രണ്ടും എലിമിനേറ്റ് ചെയ്യാം. സോ എയും ഡിയും നമുക്ക് ഒരു കൺഫ്യൂഷൻ വരാം. അതിൽ നിന്ന് നമുക്ക് ഒരു ഓപ്ഷൻ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഓപ്ഷൻ എ നോക്കിക്കേ. ഓപ്ഷൻ എയില് ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 75 ആണ്.
ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 0, 0, 25, 50, 75 ഒക്കെ വന്നാൽ ദാറ്റ് മീൻസ് ദാറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 25 എന്നാണ്. അപ്പോ ഈ ഓപ്ഷൻ എ, ഈ നമ്പർ 21075 എന്ന് പറയുന്ന നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 25. പക്ഷെ നമ്മുടെ നമ്പർ ഡിവിസിബിൾ ബൈ 25 ആണോ? അല്ല, കാരണം ഇവിടെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 60 ആണ് വന്നിട്ടുള്ളത്. ദാറ്റ് നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 25 ബട്ട് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 5. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. സോ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആണ്. ഇത് കട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈം വേസ്റ്റ് ആയി പോകും. അപ്പൊ ഇതുപോലെ നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ട് ആൻസർ ചൂസ് ചെയ്യാം. ഓക്കെ, third question. A sum of money was lent into 2 parts in the ratio 4:5 for 4 years and 5 years respectively. അപ്പൊ എത്ര രൂപയാന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ഏത് റേഷ്യോയിലാണ് എന്താണ് ലെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. Both at the rate of 8% per annum simple interest if the difference between interest earned from 2 parts is 4680 rupees. Then what was the total sum lent? അപ്പൊ നമുക്ക് എത്ര രൂപയാണ് ലെൻഡ് ചെയ്തതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 2 പാർട്ടായിട്ടാണ് ലെൻഡ് ചെയ്തത്. 4:5 റേഷ്യോയിലാണ്. ഫസ്റ്റ് പാർട്ടിന് നമുക്കൊരു 400 എന്നും സെക്കൻഡ് പാർട്ടിന് ഒരു 500 എന്നും എടുക്കാം. ഓക്കെ, ദെൻ ഫസ്റ്റ് പാർട്ട് 4 ഇയേഴ്സിലേക്കും സെക്കൻഡ് പാർട്ട് 5 ഇയേഴ്സിലേക്കുമാണ് ലെൻഡ് ചെയ്തത്. ഇൻട്രസ്റ്റ് രണ്ടിടത്തും റേറ്റ് സെയിം ആണ്, 8% സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ രണ്ടിടത്തുനിന്നുള്ള ഇൻട്രസ്റ്റിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് 4680. അപ്പോ ഫസ്റ്റ് പാർട്ട് 4 ഇയേഴ്സ് 8% എന്ന് പറയുമ്പം 400ന്റെ എത്ര പെർസെന്റേജ് ആവും? 32%. 400ന്റെ 10% എന്താണ്? 40 ആണ്. 30% എന്താണ്? 120 ആണ്. 1% 4 ആണെങ്കിൽ 2% 8 ആണ്. അപ്പൊ 120 + 8 എന്ന് പറയുമ്പോൾ 128 വരും ഇവിടുത്തെ ഇൻട്രസ്റ്റ്. ഇനി ഇവിടെ എന്ത് വരും? 5 × 8 40% വരും. 500ന്റെ 40%, 500ന്റെ 10% 50 ആണെങ്കിൽ 40% എന്താ? 200. അതിന്റെ ഡിഫറൻസ് എന്താ? 128ഉം 200ഉം തമ്മിലുള്ള ഡിഫറൻസ് ഈ 72. ആ 72 ഈസ് ഇക്വാലന്റ് ടു 4680. അപ്പൊ 1 യൂണിറ്റ് എത്രയാണ്? 1 യൂണിറ്റ് നമുക്കിത് കട്ട് ചെയ്ത് കളയാം. 4 വെച്ചിട്ട് കട്ട് ചെയ്താൽ 18, 1, 170. അഗെയിൻ 3 വെച്ചിട്ട് കട്ട് ചെയ്യും, 9 വെച്ചിട്ട് കട്ട് ചെയ്യാം. 2, 1, 130. 1 യൂണിറ്റ് 65 എന്ന് വന്നു. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താണ്? ടോട്ടൽ സം ആണ്. ഇവിടെ ടോട്ടൽ സം എന്താണ്? 500 + 400 900 ആണ്. അപ്പൊ 900 യൂണിറ്റ്സ് എന്താണ്? 900 × 65 ആണ്. 58500. 58500. So the answer is option A. Okay. Then fourth question. 2 equal sums were lent on simple interest at 6% and 10% per annum respectively. The first sum was recovered 2 years later than second sum and the amount in each case was 1105 rupees. What was the sum lent in each scheme? അപ്പൊ 2 ഈക്വൽ സം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് രണ്ടിനെ പി എന്ന് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് വണ്ണിന്റെ റേറ്റ് 6% ആണ്, സെക്കൻഡ് വണ്ണിന്റെ 10% ആണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഫസ്റ്റ് സം റിക്കവേർഡ് 2 years later than സെക്കൻഡ് സം. അതായത് സെക്കൻഡ് സം എക്സ് ഇയേഴ്സിലേക്കാണെങ്കിൽ ഫസ്റ്റ് സം എത്ര ഇയേഴ്സിലേക്കാണ്? എക്സ് + 2 ഇയേഴ്സിലേക്കാണ്. ഓക്കെ, എമൗണ്ട് ഇൻ ഈച്ച് കേസ് തന്നിട്ടുണ്ട് 1105 ആണ് രണ്ട് കേസിലുമുള്ള എമൗണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ രണ്ടിടത്തും കിട്ടുന്ന എമൗണ്ട് ഈക്വൽ ആണ്, അതുപോലെ പ്രിൻസിപ്പൽ സെയിം ആണെങ്കിൽ രണ്ടിടത്തുനിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് സെയിം ആണെന്നല്ലേ മീനിങ്? എമൗണ്ട് സെയിം ആണ്, പ്രിൻസിപ്പലും സെയിം ആണെങ്കിൽ ഇൻട്രസ്റ്റ്, അതായത് I1ഉം I2ഉം ഈക്വൽ ആണ്. അപ്പോ P × 6/100 × x + 2 ഈക്വൽ ടു P × 10/100 × x. ഓക്കെ, 100 കട്ട് ചെയ്യാം. പിയും കട്ടായി പോവും. 6നെ 3, 10, 5. അപ്പൊ എന്ത് വരും? 3x + 6 = 5x, 2x = 6, x = 3. എക്സിന്റെ വാല്യൂ 3 എന്ന് കിട്ടി. അപ്പോൾ സെക്കൻഡ് സം 3 ഇയേഴ്സിലേക്കും ഫസ്റ്റ് സം 5 ഇയേഴ്സിലേക്കുമാണ് ലെൻഡ് ചെയ്തത്. ഇനി നമുക്ക് വേണ്ടത് പ്രിൻസിപ്പൽ ആണ്. അപ്പോൾ ഇവിടെ 3 ഇയേഴ്സിലേക്ക് 10% വെച്ച് 30% ആവും. അതായത്
പിയുടെ 130% എമൗണ്ട് നമുക്കറിയാം. സോ 130% 1105. ഇപ്പൊ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സീറോസ് നമുക്ക് കട്ട് ചെയ്യാം. ഇനി 13 വെച്ചിട്ട് കട്ട് ചെയ്യാം. 13ഉം 1105 കട്ട് ചെയ്ത 8 വെച്ചിട്ട് കട്ട് ചെയ്ത 104 65 85. അപ്പൊ പ്രിൻസിപ്പൽ എത്ര കിട്ടി? 850 rupees ആണ് പ്രിൻസിപ്പൽ. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഓക്കെ. Fifth question. A sum at a certain rate of simple interest become 14,880 rupees after 3 years and 16,800 rupees after 5 years. Find the simple interest on the same sum at 10% per annum for 4 years. അപ്പോൾ ഒരു സം നമുക്ക് അറിയില്ല, പി അറിയില്ല, റേറ്റും അറിയില്ല. പക്ഷെ 3 വർഷം കഴിയുമ്പോൾ 14,880 rupees ആവും. അതുപോലെ 5 years കഴിയുമ്പോൾ 16,800 rupees ആവും. അപ്പൊ അവിടെയുള്ള ഡിഫറൻസ് എന്താണ്? ആ 2 yearsലെ ഡിഫറൻസ് ഉണ്ട്. ആ 2 yearsലെ ഇൻട്രസ്റ്റ് നമുക്ക് ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ആ 2 yearsലുള്ള ഇൻ ബിറ്റ്വീൻ ഉള്ള ആ 2 yearsലുള്ള ഇൻട്രസ്റ്റ് ആണ്. ഇപ്പൊ 16,800 മൈനസ് 14,880 എന്താണ് ഡിഫറൻസ്? 1920. ഈ 1920 എന്ന് പറയുന്നത് 2 yearsലേക്കുള്ള ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ 1 yearലേക്കുള്ള ഇൻട്രസ്റ്റ് എന്താണ്? ഇതിന്റെ ഹാഫ് ആണ് 960 ആണ് 1 yearലേക്കുള്ള ഇൻട്രസ്റ്റ്. അപ്പൊ 3 yearsലേക്കുള്ള ഇൻട്രസ്റ്റ് എത്രയാണ്? 2880. അപ്പോ 14,880 ആഫ്റ്റർ 3 years ആണ്. അത് എമൗണ്ട് ആണ്. അപ്പൊ അതിൽ നിന്ന് ഈ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിൻസിപ്പൽ കിട്ടുമല്ലോ. അപ്പോ 2880 കുറച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 12,000 എന്ന് വരും. ദാറ്റ് ഈസ് എ പ്രിൻസിപ്പൽ. ഓക്കെ. നമുക്ക് പ്രിൻസിപ്പലും അല്ല വേണ്ടത്, സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ദ സെയിം സം അറ്റ് 10% ആനം ഫോർ 4 years. അതായത് ഇതിന്റെ 40% ആണ് വേണ്ടത്. ഇതിന്റെ 10% എന്താണ്? 1200 ആണ്. അപ്പൊ 40% എന്താണ്? 4800. ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ. Next question. A certain sum amounts to 81,840 rupees in 3 years and to 92,400 rupees in 5 years at X% per annum under simple interest. If the rate of interest becomes X plus 2%, then in how many years will the same sum double itself? അപ്പൊ ഇവിടെ നമുക്ക് പ്രിൻസിപ്പലും റേറ്റ് ഒന്നും തന്നിട്ടില്ല. പക്ഷെ 3 years കഴിയുമ്പോഴും 5 years കഴിയുമ്പോഴും ഉള്ള എമൗണ്ട് നമുക്കറിയാം. അപ്പൊ അതിന്റെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് ആ ഇടയ്ക്കുള്ള ഒരു 2 വർഷത്തെ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ 92,400ഉം അതുപോലെ 81,840 തമ്മിലുള്ള ഡിഫറൻസ് എന്ത് വരും? 10 minus 4 6, 13 minus 8 5, 0 1, 10,560 എന്ന് വരും. അത് 2 yearsലേക്കുള്ള ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 yearലേക്കുള്ള ഇൻട്രസ്റ്റ് അതിന്റെ ഹാഫ് ആയിരിക്കുമല്ലോ. 5280 rupees ആണ് 1 yearലേക്കുള്ള ഇൻട്രസ്റ്റ്. അങ്ങനെയാണെങ്കിൽ 3 yearsലേക്കുള്ള ഇൻട്രസ്റ്റ് എന്താവും? 3 into 8 24, 8 15,840. അപ്പൊ 3 yearsലേക്കുള്ള എമൗണ്ട് നമുക്കറിയാം 81,840. അപ്പൊ അതിന്റെ ഡിഫറൻസ് എടുത്താലും നമുക്ക് എന്ത് കിട്ടും? പ്രിൻസിപ്പൽ കിട്ടും. അപ്പൊ 0 0 0 6 6 66,000 ആണ് എന്ത്? പ്രിൻസിപ്പൽ. ഓക്കെ. അപ്പൊ നമുക്ക് റേറ്റ് വേണം അല്ലെ? അപ്പൊ 1 yearലേക്കുള്ള ഇൻട്രസ്റ്റ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാം. 5280 by 66,000 into 100, 660. ബാക്കി 2 zeros കട്ടായി പോവും. അപ്പൊ 0 0 പോവും. ഇപ്പൊ യൂണിറ്റ് ഡിജിറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ 6 into 8 ചെയ്താലാണ് യൂണിറ്റ് ഡിജിറ്റിൽ 8 വരിക. അപ്പൊ നമുക്ക് 66 into 8 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 6 into 8 48, 8 4, 6 into 8 48 4 52. യെസ്. അപ്പോ റേറ്റ് എന്താണ്? 8% ആണ്. ഓക്കെ. പക്ഷെ ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബിക്കം എക്സ് പ്ലസ് 2%, 8% എന്നുള്ളത് എന്തായി? 10% ആയി. Then in how many years will the same sum double itself? അപ്പോ അങ്ങനെയാണെങ്കിൽ സം ഡബിൾ ആവാൻ വേണ്ടി 10% എന്ന് പറയുമ്പോൾ 1 yearൽ കിട്ടുന്ന റേറ്റ് ആണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് 10% എന്നുള്ളത്. അപ്പൊ അത് ഡബിൾ ആവണം. അതായത് ഇൻട്രസ്റ്റ് ഈക്വൽ ടു പ്രിൻസിപ്പൽ ആവുമ്പോഴാണ് നമുക്ക് എമൗണ്ട് ഡബിൾ ആവുക അല്ലെ? അപ്പോൾ ഇൻട്രസ്റ്റും പ്രിൻസിപ്പലും ഈക്വൽ ആവുന്ന കേസിൽ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് എന്നുള്ളത് എന്താവും? 2p ആവും. അപ്പൊ അങ്ങനെ വരുന്നത് എപ്പോഴാണ്? ഇത് 10% ആണ് റേറ്റ്, അത് 100% ആവണം അല്ലെ? അതായത് ഇൻട്രസ്റ്റ് 100% ആവണം. 10നെ into 10 ചെയ്യുമ്പോഴാണല്ലോ 100 കിട്ടുക. സോ എത്ര വർഷം വേണം? 10 years. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ.
Then 7th question, A borrowed a sum of 1,60,000 rupees from B at 10% per annum simple interest. At the same time, he lent the same sum to C at the same rate on compound interest compounded semi-annually for 2 years. Find the amount earned by A in the whole transaction. അപ്പോൾ ഒരു സം ബോറോ ചെയ്യുന്നു 1,60,000 rupees 10% per annum simple interest for 2 years അല്ലേ. അപ്പൊ 2 yearsലേക്ക് അത് എത്ര ഇൻട്രസ്റ്റ് വരും എന്ന് നമുക്ക് നോക്കാം. 1,60,000 2 yearsലേക്ക് ആവുമ്പം 20%. 10% തന്നെ എന്താണ് 16,000. അപ്പൊ 20% എന്താവും? ഇത് ഇങ്ങനെ വെട്ടിക്കളഞ്ഞ് നോക്കേണ്ട ആവശ്യമുണ്ടോ? 20% എന്താവും? 32,000 ആവും. നമുക്ക് ഡയറക്ട്ലി എഴുതാം കേട്ടോ. 32,000 ആവും. ദെൻ അയാള് തിരിച്ച് സിക്ക് ലെൻഡ് ചെയ്തത് എങ്ങനെയാണ്? ഓൺ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ്. കോമ്പൗണ്ടഡ് സെമി ആനുവലി ഫോർ 2 years. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 4 ആവും. 2 yearsലേക്ക് സെമി ആനുവലി ആണ്. സോ ടി ഈസ് ഈക്വൽ ടു 4 ആവും. റേറ്റ് എന്ത് വരും? റേറ്റ് ഹാഫ് ആവും അല്ലെ. 10% എന്നുള്ളത് 5% ആവും. അത് ഫ്രാക്ഷൻ ആക്കിയാൽ 1/20 ആവും. സോ നമുക്ക് എന്താണ് പ്രിൻസിപ്പൽ എന്താണ്? 1,60,000 ആണ്. ഇപ്പൊ 4 years അല്ലേ, 4 terms 4 അല്ലേ. സോ 4 6 4 1. ഇപ്പൊ 5% എന്ന് പറയുമ്പോൾ 1/20 ആണ്. 1,60,000ന്റെ 1/20 എന്ന് പറയുമ്പോൾ 8,000. 8,000ന്റെ 1/20 എന്ന് പറയുമ്പോൾ 400. 400 1/20 എന്ന് പറയുമ്പോൾ 20. 20യുടെ 1/20 എന്ന് പറയുമ്പോൾ 1. അപ്പോൾ നമുക്ക് വേണ്ടത് ഫൈൻഡ് ദ എമൗണ്ട് ഏൺഡ് ബൈ എ ഇൻ ഹോൾ ട്രാൻസാക്ഷൻ. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് 32,000 ആയിരുന്നു. അത് ഇവിടെ ചെയ്തില്ലെങ്കിൽ ഇവിടെ ഫസ്റ്റ് റോ നോക്കിയാൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. 4 × 8,000 32,000. അപ്പൊ അയാൾക്ക് കിട്ടുന്ന ഏർണിംഗ് എക്സ്ട്രാ കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? ഇത്രയാണ് അല്ലെ. 6 × 400 2,400. 4 × 20 80. 1 × 1 1. അപ്പൊ അവിടെ ഒരു 81 ഉണ്ട്. ഇപ്പൊ 2,481 ആണ് എക്ക് കിട്ടുന്ന ഏർണിംഗ്സ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 8th question. What is the difference between simple interest and compound interest on a sum of 8,000 rupees for 2 and 2/5 years at the rate of 10% per annum when the interest is compounded yearly? അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് വേണ്ടത്. 2 and 2/5 years. 2 and 2/5 years എന്ന് പറയുമ്പോൾ നമുക്ക് 2 yearsലേക്ക് നമുക്ക് റേറ്റ് ഓരോ ഇയറിലേക്കും 10% വെച്ച് എടുക്കാം. ഇനി എക്സ്ട്രാ കിടക്കുന്ന ആ ഒരു 2/5 yearsലേക്കുള്ള ഇൻട്രസ്റ്റും കൂടി നമുക്ക് കണ്ടുപിടിക്കണം. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം. 8,000 ഫസ്റ്റ് ഇയറിലേക്ക് 10%, സെക്കൻഡ് ഇയറിലേക്ക് 10%, പിന്നെ ഒരു 2/5 years ഉണ്ടല്ലേ. 2/5 yearsലേക്ക് എത്ര റേറ്റ് എന്ന് നമുക്ക് കാണണം. 1 ഇയറിലേക്കുള്ള റേറ്റ് ആണ് എന്ത്? 10%. അപ്പോൾ 2/5 yearsലേക്കോ 10 × 2/5 അത് എന്ത് വരും? 4%. 4% എന്ന് പറയുമ്പോൾ 4% ആണ്. 1/25 ആണ്. ഇവിടെ 10% എന്ന് പറഞ്ഞാൽ 1/10 ആണ്. ഓക്കെ, അപ്പൊ 8,000ന്റെ 1/10 എന്ന് പറയുമ്പോൾ 800. ഈ 800ന്റെ 1/10 എന്ന് പറയുമ്പോൾ 80. ഇനി 8,000ന്റെ 1/25 എന്ന് പറയുമ്പോൾ 3 × 25 75 50 2 0 320. ഇനി 800ന്റെ 1/25 എന്ന് പറയുമ്പോൾ 32. 800ന്റെ 1/25 എന്ന് പറയുമ്പോൾ 32. ഇനി 80യുടെ 1/25. 80യുടെ 1/25 എന്ന് പറഞ്ഞാൽ 3 × 25 75. സോ 3 point something ആണ് വരുന്നത്. നമ്മളോട് ഇൻട്രസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചോദിച്ചേക്കുന്നത്. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ദാ ഇതാണ്. അപ്പൊ ഡിഫറൻസ് എന്ന് പറയുന്ന ഈ ബാക്കിയുള്ള പോർഷൻ ആണ്, ഇത്രയും പോർഷൻ ആണ്. അപ്പൊ 80 + 32 + 32 എന്ന് പറയുമ്പോൾ എന്ത് വരും? 80 + 60 140 144 + 3 147 point something ആണ്. സോ നമുക്ക് ആൻസർ ചെയ്യുന്ന ചൂസ് ചെയ്യാം. ഓപ്ഷൻ ഡി 147.20. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, 9th question. A certain sum become 13,650 rupees at 15% per annum simple interest after 2 years. What will be the amount of the same sum after 1 year at the same rate of interest if the interest is compounded half yearly? Okay, അപ്പോൾ നമുക്ക് ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പലിന്റെ 15% for 2 years. അപ്പോൾ പ്രിൻസിപ്പലിന്റെ 30% ആണ് എന്ത്? 13,650. 30% അല്ല 130% എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സീറോസ് കട്ടായി പോവും.
ഈ 13 ഇവിടെ കട്ട് ചെയ്യാം. 1 into 13 30, 0 5 0. സോ പ്രിൻസിപ്പൽ എന്തെന്ന് കിട്ടി? 10,500 എന്ന് കിട്ടി. ഓക്കെ, ദെൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെയിം സം ആഫ്റ്റർ 1 year അറ്റ് ദ സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി ആണ് കോമ്പൗണ്ട് ചെയ്യുന്നത്, ഫോർ 1 year ആണ്. അപ്പോൾ ഹാഫ് ഇയർലി ആവുമ്പം 2 ടേംസ് ആവും, 1 ഇയറിലേക്കാണ്. സോ 2 ടേംസ് ആവും. റേറ്റ് എന്താവും? നേരെ ഹാഫ് ആവും അല്ലെ. 15% എന്ന് പറഞ്ഞാൽ നേരെ ഹാഫ് ആവുമ്പം 7.5% ആവും. അപ്പൊ നമ്മൾ അത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ കുറെ ടൈം എടുക്കും. അപ്പോൾ 7.5%, ഇവിടെയും ഒരു 7.5%. ദെൻ ഇവിടെ എന്താണ് വരുന്നത്? ഈ 7.5%ന്റെ 7.5%. ദാറ്റ് മീൻസ് 77 എങ്ങനെയാ വരുന്നത്? 7.5 into 7.5 by 100 എന്നാ വരുന്നത്. 75ന്റെ സ്ക്വയർ എന്താ? 7 into 8 5625. 5625. ദെൻ 2 പ്ലേസ് മാറ്റിയിട്ട് നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യണം. പക്ഷെ ഡിവൈഡഡ് ബൈ 100 ഉള്ളതുകൊണ്ട് 4 പ്ലേസസ് മാറ്റിയിട്ട് പോയിന്റ് മാർക്ക് ചെയ്യണം. അപ്പൊ ടോട്ടൽ എത്ര വരും? 7.5 plus 7.5 15. 15.5625% ഓഫ് ദി പ്രിൻസിപ്പൽ ആണ് ഇൻട്രസ്റ്റ്. ഇത് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് 15% എന്ന് എടുക്കാം. ഓക്കെ, 10,500ന്റെ 15% എന്ന് പറയുമ്പം എന്ത് വരും? 10,500ന്റെ 15%, 10% എന്താണ്? 1,050. ദെൻ 5% കൂടെ വേണം. 5% എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹാഫ് ആണല്ലോ, 525. 1575 ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. ദെൻ എമൗണ്ട് എത്രയാണ്? പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണല്ലോ, 10,500 പ്ലസ് 1,575. രണ്ടും കൂടി ആഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും? 57,12075. സോ അപ്രോക്സിമേറ്റ്ലി 12075. അങ്ങനെ വരുന്ന ആൻസർ ഇവിടെ എന്താണ്? 12134. ഓപ്ഷൻ സി ആണ്. 12,000 അപ്രോക്സിമേറ്റ് ചെയ്ത് വരുന്ന ആൻസർ ഓപ്ഷൻ സി ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, 10th question. A certain sum amounts to 2,91,600 rupees in 2 years and to 3,14,928 rupees in 3 years on compound interest compounded annually. How much will be the simple interest on 40,000 rupees at the same rate for 2 years? അപ്പൊ നമുക്ക് 2 years കഴിഞ്ഞിട്ടും 3 years കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് തന്നിട്ടുണ്ട്. സോ ഡിഫറൻസ് എടുക്കുക. 314,928 അതുപോലെ 291,600. ഡിഫറൻസ് എന്താ വരിക? 233,288 എന്ന് വരും ഡിഫറൻസ്. ആ ഡിഫറൻസ് എന്താണ്? 1 ഇയറിലേക്കുള്ള ഇൻട്രസ്റ്റ് ആണ്. 1 ഇയറിലേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് 233,288 എന്നുള്ളത്. നമുക്കിനി എന്ത് വേണം? റേറ്റ് വേണം അല്ലെ. അപ്പോൾ 2 ഇയേഴ്സിലേക്കുള്ള എമൗണ്ട്, ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. സോ 2 ഇയേഴ്സിലേക്കുള്ള എമൗണ്ട് എന്താണ്? 291600. അതില് ആ എമൗണ്ടിന്റെ ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ആ ഇൻട്രസ്റ്റ് ആണ് 233,288 എന്നുള്ളത്. ഓക്കെ, അതായത് 233 റേറ്റ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ്? 233,288 ഡിവൈഡഡ് ബൈ 291600 into 100. ആ സീറോസ് കട്ടായി പോവും. സോ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ നിൽക്കണ്ട. ഇതുപോലെ നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് ഒന്ന് നോക്കുക. 6നെ 8 കിട്ടണമെങ്കിൽ ഇൻറ്റു 8 ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് 8 ചെയ്യുമ്പോൾ അത് കിട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 6 into 8 48, 8 4, 1 into 8 8, 8 plus 4 12, 2 1, 9 into 8 72, 72 plus 1 73, 3 7, 2 into 8 16, 16 plus 7 23. സോ കിട്ടുന്നുണ്ട്. സോ റേറ്റ് എന്തെന്ന് കിട്ടി? 8% എന്ന് കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മച്ച് വിൽ ബി ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ 40,000 rupees at the same rate for 2 years? അതായത് 40,000ന്റെ 2 ഇയേഴ്സിലേക്കാണ്. സോ 16% ആണ് കാണേണ്ടത്. 40,000ന്റെ 16% എന്ന് പറയുമ്പോൾ എന്ത് വരും? 6400, 6,400. ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, next question. A sum of 7,500 rupees amounts to 9,075 rupees at 10% per annum. Interest being compounded yearly in a certain time. The simple interest on the same sum for the same time and the same rate is. ഇവിടെ എമൗണ്ട് തന്നിട്ടുണ്ട്, പ്രിൻസിപ്പലും തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. 9,075ഉം 7,500ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 1575. 1575 ആണ് എന്ത്? ഇൻട്രസ്റ്റ്. ഓക്കെ,
then interest compounded yearly in a certain time. Okay, നമുക്ക് റേറ്റ് തന്നിട്ടുണ്ട് 10% എന്നുള്ളത്. നമുക്ക് എന്താ വേണ്ടത്? എത്ര ടൈം പീരീഡ് അറിയില്ല അല്ലെ? ഇപ്പൊ പ്രിൻസിപ്പല് 7,500 ആണ്, റേറ്റ് 10% ആവുമ്പോൾ ഫസ്റ്റ് ഇയറിൽ 750 ഇൻട്രസ്റ്റ് കിട്ടും, സെക്കൻഡ് ഇയറിൽ 750 ഇൻട്രസ്റ്റ് കിട്ടും, പ്ലസ് ഈ 750യുടെ ഒരു 10% ഒരു 75 കൂടെ കിട്ടും. ഇപ്പൊ ആഡ് ചെയ്ത് നോക്കിയേ, 1,575 എന്ന് വന്നു. അതായത് 2 ഇയേഴ്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 ഇയേഴ്സിലേക്കാണ്, അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സെയിം ടൈം 2 ഇയേഴ്സ് തന്നെയാണ്, സെയിം റേറ്റ് 10% തന്നെയാണ് റേറ്റ്. പ്രിൻസിപ്പൽ സെയിം ആണ്, 7,500 ഇൻറ്റു അതിന്റെ 20%. 7,500 10% 750 ആണ്, ഇപ്പൊ 20% എന്താണ്? 1,500. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12th question, a sum of 3,125 rupees amounts to 3,515.20 rupees in 3 years at X% per annum. Interest being compounded yearly. What will be the simple interest on the same sum and for the same time at X plus 2% per annum? ഇവിടെ നമുക്ക് റേറ്റ് അറിയില്ല. സോ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ, ബേസിക് ഇക്വേഷൻ വെച്ചിട്ടൊന്ന് നോക്കാം. എമൗണ്ട് ഈക്വൽ ടു, അതായത് 3,51520 by 100. ഇത് പോയിന്റ് മാറ്റിയിട്ട് ഞാൻ ബൈ 100 എന്ന് എഴുതിയതാണ്. ഈക്വൽ ടു പി ഇൻറ്റു 3125 ഇൻറ്റു 1 പ്ലസ് എക്സ് ബൈ 100. ഇവിടെ 3 ഇയേഴ്സ് ആയതുകൊണ്ട് ഹോൾ ക്യൂബ്. ദെൻ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റിയതൊക്കെ കട്ട് ചെയ്ത് കളയാം. 5 വെച്ചിട്ട് കട്ട് ചെയ്യാം, 5 വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല, 2 വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോ 1 into 2 2, 7 into 14, 5 7 6, 17576. 17576 നമുക്കറിയാം 26ന്റെ ക്യൂബ് ആണ്. ദെൻ ഈ 3125 കൂടെ ഇങ്ങോട്ട് വന്ന് എന്ത് വരും? 17576 ഡിവൈഡഡ് ബൈ 3125 ഇൻറ്റു 5 എന്ന് പറയുമ്പം 15625. 15625 25ന്റെ ക്യൂബാണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് ബൈ 100 ഹോൾ ക്യൂബ്. അപ്പൊ ഇതിൽ നമുക്ക് 1 പ്ലസ് എക്സ് ബൈ 100 എത്രയാന്ന് കിട്ടും? 26 by 25. ഈ 1 ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ -1 ആവും. സോ എക്സ് ബൈ 100 എന്താവും? 1 by 25. 25 100 കൂടി കട്ട് ചെയ്താൽ എക്സ് ഈക്വൽ ടു 4% എന്ന് വരും. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? റേറ്റ് എന്താവുന്നു? എക്സ് പ്ലസ് 2% ആവുന്നു. അതായത് 4%, 6% ആവുന്നു. നമുക്ക് വേണ്ടത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സെയിം സം 3125ന്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, 6% ആണ്. എത്ര നാളത്തേക്കാണ്? 3 ഇയേഴ്സിലേക്കാണ്. സോ 3125ന്റെ 18% ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ 3125ന്റെ 18% എന്ന് പറയുമ്പോൾ ഇത് 9 50, ഇത് 5 വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 3125 ആണ്. സോ 25 വെച്ചിട്ട് കട്ട് ചെയ്യാം അല്ലെ. ഇവിടെ 2 വരും, 62, 2 into 50, 125, 125 into 9/2 എന്ന് വരും. ഇനി നമുക്കറിയാം ഓപ്ഷനില് എന്താണ് ഡെസിമൽ ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുന്നതിനേക്കാൾ ഇവിടെ ഒരു 9 ഉണ്ടല്ലോ. സോ 9ന്റെ ഡിവിസിബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഓപ്ഷനിൽ 5 + 5 9ന്റെ ഡിവിസിബിൾ ആവണമെങ്കിൽ ആ നമ്പറിന്റെ സം ഓഫ് ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 9 ആവണം. ഓപ്ഷൻ എയില് സം ഓഫ് ഡിജിറ്റ്സ് 14 ആണ്, ഡിവിസിബിൾ ബൈ 9 അല്ല. അപ്പൊ നമുക്ക് ആ ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ബി നോക്കുക, 562.5. 5 + 6 11, 11 + 7 18, ഡിവിസിബിൾ ബൈ 9 ആണ്. സോ ആ ഓപ്ഷൻ ആവാം. നമുക്ക് നോക്കാം, ബാക്കി ഓപ്ഷൻ കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ സി നോക്കിക്കേ, 15 + 6 21, ഡിവിസിബിൾ ബൈ 9 അല്ല. സോ നമുക്ക് അതും എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ഡിയിലെ 10 ആണ്, അതും എലിമിനേറ്റ് ചെയ്യാം. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്താൽ ആൻസർ കിട്ടും. പക്ഷെ കുറച്ചും കൂടി നമുക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 13. At what rate % per annum will 7,200 rupees amount to 7,938 rupees in 1 year if interest is compounded half yearly? ഇവിടെ നമുക്ക് റേറ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ നമുക്ക് ബേസിക് ഇക്വേഷൻ വെച്ചിട്ട് നോക്കാം. എമൗണ്ടിന്റെ ഇക്വേഷൻ എന്താണ്? എമൗണ്ട് ഈക്വൽ ടു 7,938 ഈക്വൽ ടു പ്രിൻസിപ്പൽ 7,200 into 1 പ്ലസ് R/100 ഹോൾ റൈസ് ടു n എന്നാണ്. ഇവിടെ ഹാഫ് ഇയർലി ആണ് കോമ്പൗണ്ട് ചെയ്തിരിക്കുന്നത്. സോ R becomes R/2. സോ R/200 n എന്താവും? ഇവിടെ 1 ഇയറിലേക്കാണ്, അതുപോലെ കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആണ്. സോ നമ്പർ ഓഫ് ടേംസ് 2 വരും. സോ ഹോൾ സ്ക്വയർ. ഇനി ഇവിടെ കട്ട് ചെയ്യാൻ പറ്റിയതൊക്കെ കട്ട് ചെയ്ത് കളയാം. നമുക്ക് 2 വെച്ചിട്ട് കട്ട് ചെയ്ത് നോക്കാം. 3,600. ഇവിടെ എന്ത് വരും?
3969. നമുക്ക് 9 വെച്ചിട്ട് കട്ട് ചെയ്യാം. 9 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 400 എന്ന് വരും. ഇവിടെയോ 4 into 9 36, 34, 41 എന്ന് വരും. ഇപ്പൊ തന്നെ ഒരു നമ്പറിന്റെ സ്ക്വയർ ആയി, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. സോ 1 + r/200 എന്താണ്? 441 എന്തിന്റെ സ്ക്വയർ ആണ്? 21ന്റെ. 400 എന്തിന്റെ സ്ക്വയർ ആണ്? 20യുടെ. സോ r/200 എന്ന് പറയുമ്പോൾ 21/20 - 1, 1/20. ഇത് കട്ട് ചെയ്ത് പോയാൽ r = 10% എന്ന് കിട്ടി. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 10%. ഓക്കെ. 14th question. What is the compound interest on a sum of 8,192 rupees for 1 and 1/4 years at 15% per annum if interest is compounded 5 monthly? അപ്പൊ ഇവിടെ 1 and 1/4 years എന്നാ പറഞ്ഞിട്ടുള്ളത്. 1/4 years എന്ന് പറയുമ്പോൾ 12/4 3 months ആണ്. അതായത് 1 ഇയറും 1/4 years എന്ന് പറയുമ്പോൾ 1 ഇയറിൽ 12 month ആണുള്ളത്. പിന്നെ 1/4 ഇയർ എന്ന് പറയുമ്പോൾ 3 month ആണ്. സോ ടോട്ടൽ 15 month ആണ്. 15 months. അതുപോലെ 15% per annum ആണ് റേറ്റ് തന്നിരിക്കുന്നത്. അതായത് 12 monthsലേക്കാണ് എന്ത് 15%. അപ്പൊ 5 monthsലാണ്, ഇവിടെ 5 monthly ആണ് കോമ്പൗണ്ട് ചെയ്യുന്നത്. സോ 5 monthലേക്ക് എന്ത് വരും? 15/12 into 5. അതിനെ ഫ്രാക്ഷൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും പെർസെന്റേജ് ആണ്. സോ ഫ്രാക്ഷൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 100 കൂടി വരും അല്ലെ. നമുക്കത് കട്ട് ചെയ്യാം. 3 വെച്ചിട്ട് കട്ട് ചെയ്താൽ 4, ഇവിടെ 5, 5 into 5 25, 100 കൂടെ കട്ട് ചെയ്താൽ ഇവിടെ 4. സോ ഫ്രാക്ഷൻ എന്ത് വരും? 1/16 എന്ന് വരും. ഓക്കെ. അപ്പൊ സം എന്താണ്? 8192 ആണ് സം. 1/16 ആണ് ഫ്രാക്ഷൻ. ഓക്കെ. 8192. 1 and 1/4 years compounded 5 monthly. അപ്പൊ എത്ര ടേംസ് വരും? 3 വരും. കാരണം 15/5 എന്ന് പറയുമ്പോൾ 3 ആണ്. സോ ഫസ്റ്റ് 1/16, ഇവിടെയും 1/16, ഇവിടെയും 1/16. അപ്പൊ 8192 ഡിവൈഡഡ് ബൈ 60 എന്ന് പറയുമ്പോൾ 5 into 16 80, 1 into 16, 2 into 16 32. ഇവിടെയും 512 വരും, ഇവിടെയും 512 വരും. ഇവിടെ ഈ 512ന്റെ കൂടെ എന്തും കൂടി വരും? ഈ 512ന്റെ 1/16 കൂടി വരും. അത് എത്ര വരും? 3 into 16 48, 32 എന്ന് പറയുമ്പോൾ 2, 32 വരും. ഈ 512ന്റെ കൂടെ എന്ത് വരും? ഈ 512ന്റെ 1/16 32, ഈ 512ന്റെ 1/16 32, 32ന്റെ 1/16 2. നമുക്ക് വേണ്ടത് എന്താണ്? ഇൻട്രസ്റ്റ് ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ യൂണിറ്റ് ഡിജിറ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ 2 + 2 4, 4 + 2 8. ഇവിടെ ഒരു 16 ഉണ്ട് അല്ലേ? 16 അല്ല 8 ഉണ്ട്. അപ്പൊ 8 + 6 എന്ന് പറയുമ്പോൾ 14. യൂണിറ്റ് ഡിജിറ്റ് 4 ആ വരുന്നത്. യൂണിറ്റ് ഡിജിറ്റ് 4 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി. സോ നമുക്ക് ഇത് ആഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ആൻസർ ചൂസ് ചെയ്യാം. ആൻസർ ഈസ് ഓപ്ഷൻ സി, 1634 ആണ് ആൻസർ. ഓക്കെ. Then 15th question. The interest is to be paid on a sum of 30,000 rupees at 15% per annum after 2 and 2/3 years if interest compounded yearly is. ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. പ്രിൻസിപ്പൽ എത്രയാണ്? 30,000 ആണ്. പിന്നെ ഇയേഴ്സ്, നമ്പർ ഓഫ് ഇയേഴ്സ് തന്നിരിക്കുന്നത് 2 and 2/3 years ആണ്. അപ്പൊ 1 ഇയറും 2 ഇയറും നമുക്ക് മാർക്ക് ചെയ്യാം. 2/3 years എന്ന് പറയുമ്പോൾ എന്ത് വരും? 2/3 into 12 months. 1 ഇയർ എന്ന് പറഞ്ഞാൽ 12 months ആണല്ലോ. സോ 2/3 into 12 എന്ന് പറയുമ്പോൾ 8 month ആണ്. ഓക്കെ. ഇവിടെ ഉള്ളത് 8 month ആണ്. ഓക്കെ. അപ്പൊ ഒരു വർഷത്തേക്കുള്ളത് 15% ആണ്. 15% എന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻ എന്താണ്? 3/20 ആണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് 2 ഇയേഴ്സിലേക്ക് 3/20 ആണ്. അപ്പൊ 1 ഇയറിലേക്ക് 12 monthsലേക്ക് 15% ആണെങ്കിൽ 8 monthലേക്ക് എത്രയാണ്? 15/12 into 8. ഫ്രാക്ഷൻ ആക്കുമ്പോൾ ഡിവൈഡഡ് ബൈ 100 കൂടി വരുമല്ലോ. നമുക്ക് കട്ട് ചെയ്ത് കളയാം. 3 into 4 12, 2, 3, ഇവിടെ 5 വെച്ചിട്ട് കട്ട് ചെയ്യാം. 5 into 2 10, ഇതും കട്ട് ചെയ്യാം. സോ ഫ്രാക്ഷൻ 1/10 എന്ന് വരും. ഇവിടുത്തെ ഫ്രാക്ഷൻ എന്താണ്? 1/10. ഓക്കെ. അപ്പൊ 30,000 3/20 എന്താണ്? 3/20 എന്ന് പറയുമ്പോൾ 1500 into 3 വരും, 4500. ഇവിടെയും 4500. ഇനി 4500 3/20 ഇവിടെ വരുമല്ലോ. അതിന്റെ 3/20 എന്ന് പറയുമ്പോൾ 225 into 3 വരും. 225 into 3 എന്ന് പറയുമ്പോൾ 675. Then 30,000ന്റെ 1/10 എന്ന് പറയുമ്പോൾ ഇവിടെ 3000 വരും. 4500 1/10 450. ഇതിന്റെ 1/10 450. 675ന്റെ 1/10 എന്ന് പറയുമ്പോൾ 67.5. ഇവിടെ 0.5 വരുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് അങ്ങനെ മാർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല.
നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇൻട്രസ്റ്റ് ആണ് ഇവിടെ നോക്കേണ്ടത്. സോ 4,500 4,500 കൂടി 9,000 9,000 പ്ലസ് 3,000 എന്ന് പറയുമ്പോൾ 12,000 12,000 ഇവിടുത്തെ ഒരു 1,000 കൂടെ 13,000 ഇവിടെ ഒരു 75 50 കൂടെ ചേർന്ന് 125 ഉണ്ട്. സോ 13,125 നമുക്ക് അത്രയും ഭാഗത്തുനിന്ന് കിട്ടി. ഇനി ഇവിടെ ഈ 415 67.5 കൂടെ ഉണ്ട്. 415 16 കൂടി ആഡ് ചെയ്ത 510. അപ്പൊ 510 7.5 കൂടി 517.5 എന്ന് കിട്ടി. അപ്പൊ 0.5 7 12 4 ലാസ്റ്റ് 42.5 വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. സോ നമ്മൾ ഒന്നുകൂടി നോക്കണം. 5 + 1 6 642.5 വരുന്ന ഒരേ ഓപ്ഷൻ ഉള്ളൂ, ഓപ്ഷൻ ബി. സോ ആൻസർ ഈസ് 13,642.5. ഓക്കെ, ഹൺഡ്രഡ് 121 ആവും. ദെൻ നമ്മൾ ഈ 11 എന്താക്കണം? 11 നമ്മൾ 121 ആക്കണമെങ്കിൽ ഇൻറ്റു 11 ചെയ്യണം അല്ലേ? അപ്പൊ 11 ഇൻറ്റു 11 ചെയ്യുമ്പോൾ 10നെയും ഇൻറ്റു 11 ചെയ്യണം. അപ്പൊ 110 121 എന്ന് വരും. ദെൻ 100 121 സം എടുക്കുക, ആഡ് ചെയ്യുക, എന്ത് വരും? 210 242. ഓക്കെ, ഇവിടെ ഇൻസ്റ്റാൾമെന്റ് തന്നിട്ടുണ്ട് 6,534 എന്നുള്ളത്. ഇൻസ്റ്റാൾമെന്റ് ഇവിടെ എന്താണ്? 121 ആണ്. 121 എന്ന് പറഞ്ഞാൽ 6,534 ഈക്വൽ ആണ്. അപ്പൊ 1 യൂണിറ്റ് എന്തിനോട് ഈക്വൽ ആണ്? ഇവിടെ നമുക്ക് 11 വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ 5 9 4 എന്ന് വരും. അഗൈൻ 11 വെച്ചിട്ട് കട്ട് ചെയ്യാം, 54 എന്ന് വരും. 1 യൂണിറ്റ് 54 ആണ്. ഓക്കെ, ദെൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ടോട്ടൽ ഇൻട്രസ്റ്റ് ചാർജ്ഡ് ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് എന്താണ്? 32 ആണ്. അപ്പൊ 32 യൂണിറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ 32 × 54 എന്ന് വരുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 8 ആണ്. അങ്ങനെ വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ എ. ഓപ്ഷൻ എ 1728 ആണ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 20th ക്വസ്റ്റ്യൻ. Adul borrowed a sum of 12,000 rupees and agreed to repay it by paying 4,800 rupees at the end of first year and 9,240 rupees at the end of second year. What is the rate of compounded annually? അപ്പൊ ഇവിടെ 12,000 rupees ആണ് ബോറോ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ റേറ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. 12,000 rupees ബോറോ ചെയ്തു. 12,000 rupees ബോറോ ചെയ്തു. ദെൻ എമൗണ്ട് എത്രയാവും? ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ എമൗണ്ട് എത്രയാവും? 12,000 × 100 + R/100 ആവും എമൗണ്ട്. അതില് 4,800 റീപേ ചെയ്തു. അപ്പൊ ബാക്കി ഇനി കൊടുക്കാനുള്ളത് ഇതാ ഇത്രയും എമൗണ്ട് ആണ്. ഓക്കെ, ഇനി അതിന്റെ ഒരു ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ആവും. ദെൻ അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ ഇതാ ഇത്രയും എമൗണ്ട് ആണ് കൊടുക്കാനുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 9,240. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലാവും. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇൻറ്റു 100 + R/100 ഹോൾ സ്ക്വയർ മൈനസ് 4,800 ഇൻറ്റു 100 + R/100 ഈക്വൽ ടു 9,240. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലാവും. അപ്പൊ അങ്ങനെ എഴുതി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം പോകും. നമുക്ക് ഇങ്ങനെ ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്ത് നോക്കാം. ഇവിടെ ഫസ്റ്റ് കിടക്കുന്നത് 10% ആണ്. അപ്പൊ നമുക്ക് അറിയാം 10% എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു 11/10 എന്ന് വരും. 11/10 അപ്പൊ ഒരു 11ന്റെ മൾട്ടിപ്പിൾ ഇവിടെ എന്തായാലും വരും. ഇവിടെയും അതുപോലെ 11ന്റെ മൾട്ടിപ്പിൾ വരും. ഇവിടെ നോക്കിക്കേ, ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 11 അല്ലേ? അപ്പൊ ഇതും ഡിവിസിബിൾ ബൈ 11 ആണ്. അപ്പൊ 10% തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. എന്നാലും നമുക്കൊന്ന് ആൻസർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം 10 ഇട്ടിട്ട്. ഇപ്പൊ 12,000 × 100 + 10 എന്ന് പറയുമ്പോൾ 11/10 ആ ഇവിടെ വരിക. 121/100 മൈനസ് 4,800 × 11/10. അപ്പൊ ഇവിടെ നമുക്ക് ഈ സീറോസ് കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ സീറോയും കട്ട് ചെയ്യാം. ഇവിടെയും ഒരു സീറോ ഉണ്ട്, ഇവിടെയും ഒരു സീറോ ഉണ്ട്. അപ്പൊ അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 0 വരും. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താന്ന് നോക്കാം. 2 × 1 2 ആണ് ഇവിടെ വരിക. ഇവിടെ 8 × 1 8 ആണ് വരിക. ഇപ്പൊ 2 - 8 എന്ന് പറയുമ്പോൾ എന്തായാലും 2ന് ഒരു 1 നമ്മൾ ബോറോ ചെയ്തെടുക്കും. അപ്പൊ 12 - 8 4 എന്ന് വരും. അപ്പൊ 40 ആയിരിക്കും വൺസിന്റെ പ്ലേസിലും 100ന്റെ പ്ലേസിലും വരുന്നത്. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 40 ആയിരിക്കും. നമ്മുടെ ഇവിടെ വരുന്നതും ലാസ്റ്റ് 2 ഡിജിറ്റ് 40 ആണ്. അപ്പൊ നമുക്ക് ആൻസർ എന്തെന്ന് ചൂസ് ചെയ്യാം? ഓപ്ഷൻ എ 10%. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ ഇത്തവണത്തെ CGL ടയർ 1 SI ആൻഡ് CI എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.